അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. നമ്മുടെ മുന്നിൽ ഇനി എത്ര ദിവസമാണ് ജീവിക്കാനുള്ളത്? മരണത്തോടുകൂടി നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്ന ഈ ജീവിതത്തിൽ ഒന്നുകിൽ നമ്മൾ വിജയിക്കും, അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും. ഒരിക്കലും പരാജയപ്പെട്ടു പോവാൻ പാടില്ല. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ പറയുന്നുണ്ട്, റിസാലത്തുൽ ഖുശൈരിയിൽ ബഹുമാനപ്പെട്ട ഖുശൈരി തങ്ങൾ രേഖപ്പെടുന്നതായി കാണാം. 5 കാര്യങ്ങൾ നമ്മളെ പരാജയത്തിലോട്ട് കൊണ്ടെത്തിക്കുമെന്നുള്ളതാണ്. ഒന്ന്, ബഹുമാനപ്പെട്ടവർ പറയുന്നത് അൽ ഖസ്വത്തു മിനൽ ഖൽബ്, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ള കാഠിന്യം, ഒരു മയമില്ലാത്ത സ്വഭാവം, ഒന്ന് പുഞ്ചിരിക്കുക കൂടി ചെയ്യൂല. മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴും പരിക്കൻ സ്വഭാവം, മറ്റുള്ളവരോട് ദയയില്ലാത്ത ഒരു മനോഭാവം, അതൊരു മനുഷ്യന്റെ പരാജയത്തിന്റെ അടയാളമാണ്. നമ്മൾ ഹൃദയത്തിൽ നന്മയുള്ള ലോലഹൃദയനായി, തവാളുള്ള വിനയമുള്ള നല്ല മനുഷ്യരായി നമ്മൾ മാറണം. രണ്ടാമതായി പരാജയത്തിന്റെ അടയാളം ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ പറയുന്നത് ജുമൂദുൽ ഐൻ, അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരില്ല. മരണം കണ്ടാലും, അപകടം കണ്ടാലും, ദുരന്തങ്ങൾ കണ്ടാലും, ദുആ ചെയ്താലും ഒന്നും അവന് കരയാൻ പറ്റില്ല. അങ്ങനെ കരയാൻ കഴിയാത്തവൻ പരാജയത്തിന്റെ അടയാളത്തിൽപ്പെട്ടവനാണെന്നാണ് ബഹുമാനപ്പെട്ടവര് പറയുന്നത്. നിങ്ങൾ നോക്കിയേ, മൂന്നാമത്തെ അടയാളം പറയുന്ന ഖില്ലത്തുൽ ഹയാ, അവനിക്ക് ഒരു ലജ്ജയും ഉണ്ടാവില്ല. അവനാണെങ്കിലും അവളാണെങ്കിലും ഒരു നാണവും മാനവും ഇല്ല എന്ന് നമ്മൾ പറയുന്നത് പോലെ ഒരു ലജ്ജയില്ലാത്തൊരു സ്വഭാവം. അന്യപുരുഷന്മാരുടെ മുന്നിൽ വസ്ത്രധാരണത്തിന് ശ്രദ്ധയില്ലാതെ തന്റെ അവയവങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്ന പെണ്ണുങ്ങൾ, അവർക്ക് പരാജയത്തിന്റെ അടയാളത്തിൽപ്പെട്ടവരാണ്. ഒരിക്കലും നല്ല മരണം അവർക്ക് കിട്ടൂല. അതുപോലെ ആണുങ്ങളാണെങ്കിൽ പോലും മുട്ടിന്റെ പോലുള്ള ട്രൗസർ പോലുള്ള നിക്കറൊക്കെ ഇട്ട്, അല്ലെങ്കിൽ അനാവശ്യമായ സംസാരങ്ങൾ സംസാരിക്കുന്നതിൽ, മറ്റുള്ളവരുടെ ഇടപെടുന്നതിൽ ഒരു നാണവും ലജ്ജയും ഇല്ലാത്ത ആളുകൾ, അവർക്കൊന്നും വിജയിക്കാൻ കഴിയില്ലെന്നാണ് മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ പറയുന്നത്. നാലാമതായി പറയുന്നവർ റഗ്ബത്തു ഫിദ് ദുനിയ, ദുനിയാവിനോടുള്ള അത്യാർത്തിയാണ്. ദുനിയാവിനെ കെട്ടിപ്പിടിച്ചും വെട്ടിപ്പിടിച്ചും പൈസ ഉണ്ടാക്കാനും എപ്പോഴും പൈസ പൈസ എന്നുള്ള ത്വര, വാഹനങ്ങളും ആഡംബരങ്ങളും ആർഭാടങ്ങളും കെട്ടിട സമുച്ചയങ്ങളും ഉണ്ടാക്കിയിട്ടും കൊതി തീരാത്ത ഒരു വല്ലാത്ത ഒരു ആധുനികതയിൽ വല്ലാത്തൊരു മനുഷ്യന്മാർ. അത്തരത്തിലുള്ള സ്വഭാവം എനിക്കോ നിങ്ങൾക്കോ ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടതാണ്. നല്ല മരണം ഉണ്ടാവില്ല, ഒരിക്കലും വിജയിക്കൂല അവന്മാർ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അഞ്ചാമതായി മഹാന്മാര് പറയുന്നത് വത്തൂലുൽ അമൽ, കുറെ ആഗ്രഹങ്ങളാണ്. ആഗ്രഹങ്ങൾ, നീണ്ടുകിടക്കുന്ന ആഗ്രഹങ്ങൾ, കുറെ നാള് ജീവിക്കണം. അവർക്കൊന്നും ചെറിയൊരു അസുഖം വന്നാൽ പോലും ഭയങ്കര ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. മരണത്തെ പേടിയാണ്. ദുനിയാവിനോടുള്ള കൊതി കാരണം മരിക്കാൻ ഭയമാണ്. ദുനിയാവിൽ ഇങ്ങനെ നിരന്തരമായി ഈ സുഖാഡംബരത്തിൽ ജീവിച്ചു പോകുമെന്നാണ് ഇത്തരക്കാരുടെ ആഗ്രഹം. അവർക്ക് ഇബാദത്തിനോ നിസ്കാരത്തിനോ ദുആകൾക്കോ സ്വലാത്തുകൾക്കോ മറ്റു ദീനീപരമായ കാര്യങ്ങൾക്കൊന്നും ഒരു താല്പര്യവും ഉണ്ടാവില്ല. അത്തരം ആളുകൾ പരാജയപ്പെടുക മാത്രമല്ല, അവരെ ഖബറും പരലോകവും ഒക്കെ മഹാദുർഘടമായിരിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, നമ്മൾ ഈ ദുനിയാവിൽ ഇനി വളരെ കുറഞ്ഞ നാളെ നമുക്ക് ആയുസ് ഉണ്ടാവുകയുള്ളൂ. അത്രയും നമ്മുടെ തലമുറയിൽ, വർത്തമാന കാലഘട്ടത്തിലെ സാഹചര്യത്തിൽ ആയുസ്സുകൾ വളരെ കുറവാണ്. നമ്മുടെ കാരണവന്മാർ ജീവിച്ചിരിക്കെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ധാരാളം പേര് മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മാരകമായ രോഗങ്ങൾ പിടിപെടുകയാണ്. ഇത്തരം സാഹചര്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യം അള്ളാഹുലേക്ക് മടങ്ങലാണ്. അള്ളാഹുലേക്ക് മടങ്ങി നിസ്കാരം നിലനിർത്തി കൃത്യമായി അവന്റെ ഇബാദത്തുകൾ ചെയ്ത്, ദാനധർമ്മങ്ങൾ ചെയ്ത്, മറ്റുള്ളവരെ സഹായിച്ച്, നന്മകളിൽ മാത്രം ശ്രദ്ധിച്ച്, നന്മയിൽ മത്സരിക്കുന്നവരായി മാറി, നല്ല മനുഷ്യരായി അവസാനം മരിക്കുമ്പോൾ നല്ല മരണം കിട്ടി നമുക്ക് ചുറ്റുമുള്ളവർ നിന്ന് കരയുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ച് മരിക്കണമെങ്കിൽ നമ്മൾ ഇത്തരം സ്വഭാവങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണം. നാഥനായ അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകട്ടെ എന്ന ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.